നമസ്കാരം. യുഎസിന്റെ ആഗോള വ്യാപാര താരിഫ് തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യയും സിംഗപ്പൂരും തമ്മിൽ വ്യാപാരവും മറ്റ് ബന്ധങ്ങളും ശക്തിപ്പെടുത്തുകയാണ്. ആസിയാൻ വ്യാപാര ചരക്ക് കരാറിന്റെ പുനരവലോകനം വേഗത്തിലാക്കാനാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണയിൽ തീരുമാനം. സമഗ്ര വാർത്തകളുമായി ടോപ് 10 തുടങ്ങുകയാണ്. ആദ്യം പ്രധാന വാർത്തകൾ. വ്യാപാര ബന്ധം ശക്തമാക്കാൻ ഇന്ത്യ സിംഗപ്പൂർ ചർച്ചയിൽ ധാരണ. ആസിയാൻ കരാർ പുതുക്കും. ഇന്ത്യ സ്ഥിരതയുള്ള രാജ്യമെന്നും നേരിട്ടുള്ള വിദേശ നിക്ഷേപം കൂട്ടുമെന്നും സിംഗപ്പൂർ പ്രധാനമന്ത്രി. GST പരിഷ്കരണം ജനജീവിതം മെച്ചപ്പെടുത്തുമെന്നും രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് കൂട്ടുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരുമാന നഷ്ടത്തിൽ കേരളത്തിന് ആശങ്ക. ലോട്ടറിക്ക് നികുതി വർദ്ധിപ്പിച്ച നടപടിയിൽ പ്രതിഷേധം. 1.5 ലക്ഷത്തോളം ആളുകളെ ബാധിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. തിരുവോണത്തെ വരവേൽക്കാൻ നാടും നഗരവും. ആഘോഷത്തിമിർപ്പിൽ മലയാളികൾ. ഓണച്ചന്തകളിലും കടകളിലും വൻ തിരക്ക്. ആഗോള അയ്യപ്പ സംഗമവുമായി മുന്നോട്ടു പോകാൻ ദേവസ്വം ബോർഡും സർക്കാരും. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മറ്റന്നാൾ NSS SNDP നേതൃത്വത്തെ നേരിട്ട് കാണും. അയ്യപ്പ സംഗമത്തിൽ രാഷ്ട്രീയമില്ലെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. കാപട്യമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മണിപ്പൂർ സമാധാന വഴിയിലേക്ക്. ദേശീയപാത തുറക്കാൻ സർക്കാരും കുക്കി സംഘടനകളും തമ്മിൽ ധാരണ. ഉപരോധങ്ങൾ അവസാനിപ്പിക്കും. തീരുമാനം പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കാനിരിക്കെ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ ക്രൈംബ്രാഞ്ച് FIR സമർപ്പിച്ചു. സ്ത്രീകളെ സോഷ്യൽ മീഡിയയിൽ പിന്തുടർന്ന് ശല്യം ചെയ്തെന്ന് FIR-ൽ. ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ച് സന്ദേശമയച്ചെന്നും സ്ത്രീകളെ ഭീഷണിപ്പെടുത്തിയെന്നും റിപ്പോർട്ടിൽ. കസ്റ്റഡി മരണങ്ങളിൽ ഇടപെട്ട് സുപ്രീം കോടതി. പോലീസ് സ്റ്റേഷനുകളിൽ CCTV-കൾ പ്രവർത്തനരഹിതമായ സംഭവങ്ങളിൽ സ്വമേധയാ കേസെടുത്തു. നടപടി 8 മാസത്തിനിടെ 11 കസ്റ്റഡി മരണങ്ങളെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. കാഫ നേഷൻസ് കപ്പിൽ അഫ്ഗാനിസ്ഥാനോട് സമനില വഴങ്ങി ഇന്ത്യ. KCL-ൽ ആലപ്പി റിപ്പിൾസിനെ 4 വിക്കറ്റിന് തോൽപ്പിച്ച് കൊല്ലം സെയിലേഴ്സ് സെമിയിൽ. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരബാധ. രോഗം സ്ഥിരീകരിച്ചത് മലപ്പുറം സ്വദേശിയായ 10 വയസ്സുകാരന്. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. സിംഗപ്പൂരുമായുള്ള വ്യാപാര ബന്ധം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ ഇന്ത്യ സിംഗപ്പൂർ ചർച്ചയിൽ ധാരണ. ആസിയാൻ കരാർ പുതുക്കും. ഇന്ത്യ സ്ഥിരതയുള്ള രാജ്യമാണെന്നും നേരിട്ടുള്ള വിദേശ നിക്ഷേപം കൂട്ടുമെന്നും സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ് പ്രതികരിച്ചു. യുഎസിന്റെ താരിഫ് ഉണ്ടാക്കുന്ന ആഗോള വ്യാപാര മാറ്റങ്ങൾക്കിടെ പ്രാദേശിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക സഹകരണ കരാറിന്റെയും ആസിയാൻ വ്യാപാര ചരക്ക് കരാറിന്റെയും പുനരവലോകനം വേഗത്തിലാക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയിലെ നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിൽ 4/1 വരുന്നത് സിംഗപ്പൂരിൽ നിന്നാണെന്ന് നരേന്ദ്രമോദിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ് ചൂണ്ടിക്കാട്ടി. ഇന്ത്യയുടെ വളർച്ചാ സാധ്യതകൾ ശക്തമാണെന്നും നിക്ഷേപം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. പരമ്പരാഗത മേഖലകൾക്കപ്പുറം ഉൽപാദനം, ആണവ സഹകരണം, ഗ്രീൻ ഷിപ്പിംഗ്, അർബൻ വാട്ടർ മാനേജ്മെന്റ് തുടങ്ങിയ മേഖലകളിലും സഹകരണം ഉറപ്പാക്കും. മലാക്ക കടലിടുക്കിൽ ജോയിന്റ് പെട്രോളിംഗിനുള്ള ഇന്ത്യയുടെ നിർദ്ദേശം സിംഗപ്പൂർ അംഗീകരിച്ചു. ഭീകരതയെക്കുറിച്ച് ഒരേ ആശങ്കകൾ പങ്കുവച്ചതിന് സിംഗപ്പൂരിനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി പറഞ്ഞു. അധികാരമേറ്റ ശേഷമുള്ള വോങ്ങിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 60ാം വാർഷികത്തോടനുബന്ധിച്ചാണ് സന്ദർശനം. വിദേശകാര്യമന്ത്രി S ജയശങ്കറും പ്രധാനമന്ത്രിക്കൊപ്പം കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ സിംഗപ്പൂർ പ്രധാനമന്ത്രി ധനമന്ത്രി നിർമ്മല സീതാരാമനുമായും കൂടിക്കാഴ്ച നടത്തി. ന്യൂസ് ഡെസ്ക് അമൃത TV. GST പരിഷ്കാരങ്ങളെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. GST പരിഷ്കരണം രാജ്യത്തിന്റെ പിന്തുണയ്ക്കും വളർച്ചയ്ക്കുമുള്ള ഡബിൾ ഡോസാണെന്നും 21ാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ പുരോഗതിയെ പിന്തുണയ്ക്കുമെന്നും മോദി പറഞ്ഞു. തീരുമാനം രാജ്യത്തെ ജനങ്ങൾക്കേറെ ഗുണകരമാകുമെന്നും പ്രധാനമന്ത്രി പ്രതികരിച്ചു. ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ച അധ്യാപകരുമായുള്ള സംവാദത്തിനിടെയാണ് മോദി GST പരിഷ്കാരങ്ങളെ പ്രശംസിച്ചത്. अगर GST में हुए इस रिफॉर्म्स का
अगर मैं सार बताऊं तो यही कह सकता हूं कि इससे भारत की शानदार अर्थव्यवस्था में पंचरत्न जुड़े हैं। पहला, टैक्स सिस्टम कहीं अधिक सिंपल हुआ। दूसरा, भारत के नागरिकों की क्वालिटी ऑफ लाइफ और बढ़ेगी। तीसरा, कंजम्पशन और ग्रोथ दोनों को नया बूस्टर मिलेगा। और चौथा, ईज ऑफ डूइंग बिजनेस से निवेश और नौकरी को बल मिलेगा। और पांचवा, विकसित भारत के लिए कोऑपरेटिव फेडरलिज्म यानी राज्यों और केंद्र की साझेदारी और मजबूत होगी। ലോട്ടറിക്ക് നികുതി വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധവുമായി കേരളം. 1.5 ലക്ഷത്തോളം വരുന്ന ആളുകളെ ബാധിക്കുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. തലക്കടിയേറ്റതുപോലെയായി തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു. നോട്ട് നിരോധനം പോലെ ജനകീയ പ്രഖ്യാപനമല്ല, കൃത്യമായ പഠനം വേണമെന്ന് ധനമന്ത്രി ഡൽഹിയിൽ വ്യക്തമാക്കി. വരുമാന നഷ്ടം സംബന്ധിച്ച് കേൾക്കാൻ സർക്കാർ തയ്യാറായില്ലെന്നും തെരഞ്ഞെടുപ്പുകൾ കൂടി തീരുമാനത്തിന് കാരണമായിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്നലെ ചേർന്ന GST കൌൺസിൽ യോഗമാണ് നികുതി ഘടന പരിഷ്കരിക്കാൻ തീരുമാനിച്ചത്. GST നിരക്ക് കുറയ്ക്കാനുള്ള തീരുമാനം ഒന്നിച്ചെടുത്തുവെന്ന് പറഞ്ഞ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നികുതി കുറയ്ക്കുന്നതിന്റെ ഗുണം സാധാരണ ആളുകൾക്കും കിട്ടണമെന്ന് പറഞ്ഞു. അതേസമയം ലോട്ടറിയുടെ നികുതി 28% നിന്ന് 40 വരെ ആക്കിയത് അംഗീകരിക്കാനാവില്ലെന്ന് ധനമന്ത്രി പറഞ്ഞു. ലോട്ടറിക്ക് 28% നിന്ന് 40% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഇതിനകത്ത് 2 ലക്ഷത്തോളം ആളുകൾ ജീവിക്കുന്ന ഒരു സാധാരണക്കാരുടെ ജീവിത വരുമാന മാർഗമാണ്. അതുകൊണ്ട് അങ്ങനെ അത് കൊണ്ടുവരരുത്. ഈ ടാക്സ് ഒന്നേ അതേ നിൽക്കണം. അല്ലെങ്കിൽ ഈ ലോട്ടറിയൊക്കെ സ്റ്റേറ്റുകളുടെ ടാക്സിൽ കൊടുക്കണം. ടാക്സ് ഒന്നും കുറയ്ക്കുന്നില്ല, ഇതേ ടാക്സ് അതിന് തൊട്ടാൽ സ്റ്റേറ്റുകൾക്ക് വിടണം. അത് കേട്ടിട്ടില്ല എന്ന് മാത്രമല്ല 40%-ലേക്ക് നിൽക്കുന്നു. അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് പറയുകയും ചെയ്തു. അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് എത്ര നഷ്ടം വരുമെന്നറിയില്ല. വരുമാന നഷ്ടം പരിഹരിക്കാൻ കഴിയണമെന്നും മന്ത്രി പറഞ്ഞു. ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, സിമന്റ്, ഇൻഷുറൻസ് എന്നീ വിഭാഗങ്ങളിലായി 2500 കോടി നഷ്ടം കേരളത്തിനുണ്ടാകും. ആകെ 8000 മുതൽ 10000 രൂപയുടെ കുറവുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കുറവ് വരുന്നതിന് പകരമായി സിഗരറ്റ് ഉൾപ്പെടെയുള്ള വസ്തുക്കൾക്ക് കിട്ടുന്ന നികുതി സംസ്ഥാനങ്ങൾക്ക് നൽകണം. നികുതി വരുമാനം പങ്കുവയ്ക്കുന്ന രീതിക്ക് മാറ്റം വരുത്തണമെന്നും സംസ്ഥാന ധനമന്ത്രി ആവശ്യപ്പെട്ടു. 50-50 എന്നതിന് പകരം 60% സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്ന് ബാലഗോപാൽ പറഞ്ഞു. 40% കേന്ദ്രത്തിനായി നിജപ്പെടുത്തണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. കേരളം നിലവിലുയർത്തിയ ആശങ്കകൾ BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങൾക്കുമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. തിരുവോണത്തെ വരവേൽക്കാനൊരുങ്ങി തലസ്ഥാനം. ദീപാലങ്കാരവും വിവിധ പരിപാടികളുമായി സർക്കാരിന്റെ ഓണാഘോഷം തകൃതിയായി നടക്കുകയാണ്. നിരവധി പേരാണ് തിരുവനന്തപുരം കനകക്കുന്നിൽ ഓണാഘോഷങ്ങൾ കാണാനായി എത്തുന്നത്. അതിരാ രാധാകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തിരുവനന്തപുരം നഗരത്തിൽ, തലസ്ഥാന നഗരത്തിൽ ഓണാഘോഷങ്ങളൊക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിൻ്റെ ഓണാഘോഷ പരിപാടികൾക്ക് ഇന്നലെയോടുകൂടിയാണ് തുടക്കമായത്. ഇന്നലെ മുഖ്യമന്ത്രിയാണ് ഈ തിരുവനന്തപുരം കനകക്കുന്നിൽ ഈ സർക്കാരിൻ്റെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഉദ്ഘാടന പരിപാടി നിർവഹിക്കുന്നത്. ഒപ്പം തന്നെ സംവിധായകനും നടനുമായ ബേസിൽ ജോസഫും തമിഴ് നടനായുള്ള രവി മോഹൻ ഉൾപ്പെടെ മുഖ്യ അതിഥിയായിക്കൊണ്ട് അതിഗംഭീരമായിരുന്നു ഉദ്ഘാടന ചടങ്ങ് ഉൾപ്പെടെ പൂർത്തിയാക്കിയിരുന്നത്. വലിയ രീതിയിലുള്ള ദീപാലങ്കാരങ്ങൾ ഉൾപ്പെടെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. നിരവധി സ്റ്റാളുകളും മറ്റും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അവധിയാണ്. ഓണം പ്രമാണിച്ചുകൊണ്ട് തന്നെ കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും ഉൾപ്പെടെ അവധിയാണ്. അപ്പോൾ കുടുംബമായി തന്നെ ഇവിടെ എല്ലാവരും എത്തുകയാണ് ഓണം ആഘോഷിക്കുവാനായി. സ്കൂളുകളില്ല, അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വളരെയധികം കൗതുകമാണ്. അതിനുവേണ്ടി ഇവിടെ നിരവധി തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് സർക്കാർ. വർക്കലയും അതുപോലെ തന്നെ നെടുമങ്ങാട് ഉൾപ്പെടെ 33 വേദികളിലായി ദിവസവും 10,000-ഓളം കലാകാരന്മാർ അണിനിരുന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആഘോഷ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇവിടെ വിദ്യാർത്ഥികളും കുട്ടികളും ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഈ ലൈറ്റ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് ഇതൊക്കെ കണ്ടിട്ട്? കൊള്ളാം. ഇഷ്ടപ്പെട്ടോ? മോൻ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് കുട്ടികളായിട്ടൊക്കെ കൊണ്ടുവരുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ്? അതെ അതെ, വളരെ നല്ലൊരു അനുഭവമായിരുന്നു തീർച്ചയായിട്ടും. അതുപോലെയാണ് ഇത്തരത്തിൽ നിരവധി പേരാണ് ഇത്തരത്തിൽ കുട്ടികളായി അവർ കുടുംബങ്ങളായി ഇത്തരത്തിൽ ഇവിടെ വന്ന് ഈ ആഘോഷ പരിപാടികളൊക്കെ കണ്ട് മടങ്ങുന്നത്. ഏതായാലും 9-ാം തീയതി വരെ ഈ സർക്കാരിൻ്റെ ഈ ആഘോഷ പരിപാടികൾ നീളും. 9-ാം തീയതിയാണ് ഈ ആഘോഷ പരിപാടികൾക്ക് സമാപനം കുറിക്കുക. ഏതായാലും ഇന്നിതാ ഉത്രാടപ്പാച്ചിലൊക്കെ തന്നെ ഏകദേശം കെട്ടടങ്ങിക്കഴിഞ്ഞു. ഈ നിമിഷം ഈ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുവാനായി നിരവധി കുട്ടികളും
ആളുകളാണ് ഈ തിരുവനന്തപുരം തലസ്ഥാന നഗരിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും നാളെ തിരുവോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒക്കെ തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. അതോടൊപ്പം സർക്കാരിൻ്റെ ആഘോഷങ്ങളും ഇവിടെ പൊടിപൊടിക്കുകയാണ്. ആചാരപ്പെരുമയുടെ ആറന്മുള ഭഗവാനുള്ള ഓണവിഭവങ്ങളുമായി തിരുവോണത്തോണി കാട്ടൂർ ക്ഷേത്രക്കടവിൽ നിന്നും പുറപ്പെട്ടു. കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും മേൽശാന്തി പകർന്നു നൽകിയ ഭദ്രദീപം മങ്ങാട്ടില്ലം അനൂഭട്ടതിരി ഏറ്റുവാങ്ങി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ തോണിയിൽ കയറി. ചോദ്യളവിൽ ആറന്മുള ക്ഷേത്രത്തിൽ നിന്നും ലഭിച്ച നെല്ല്, പരമ്പരാഗത രീതിയിൽ കുത്തിയ അരിയും പമ്പയുടെ ഇരുകരകളിലെ 18 നായർ തറവാടുകളിൽ നിന്നും എത്തിച്ച മറ്റു വിഭവങ്ങളുമായിട്ടാണ് സന്ധ്യയോടെ തോണി തിരിച്ചത്. പള്ളിയോടങ്ങളുടെ അകമ്പടിയോടെ പുറപ്പെട്ട തോണി നാളെ പുലർച്ചെ ആറന്മുള ക്ഷേത്രക്കടവിൽ എത്തും. ആറന്മുളയിൽ വള്ളപ്പാട്ടുപാടി പരമ്പരാഗതമായ രീതിയിൽ സ്വീകരിച്ച് വിഭവങ്ങൾ ക്ഷേത്രത്തിലെ പാചകപ്പുരയിലെത്തിക്കും. ഈ വിഭവങ്ങൾ കൊണ്ടാണ് ആറന്മുള ഭഗവാന് നാളെ ഓണസദ്യ ഒരുക്കുന്നത്. ജനങ്ങൾക്ക് സന്തോഷകരമായ ഓണാശംസകൾ നേർന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. നമസ്കാരം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഓണാശം സകല. We are celebrating the traditional festival of Onam throughout the state. My best wishes to all people of Kerala for these celebrations. Onam has always brought us happiness, joy, and hopes of prosperity. The prosperity of the material and the richness of our hearts. തിരുവോണം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിൽ ഗൾഫ് പ്രവാസികളും. നബിദിനത്തോടനുബന്ധിച്ചുള്ള അവധി ലഭിച്ചതിനാൽ ആഘോഷം പൊടിപൊടിക്കാനുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ് എല്ലാവരും. ഷോപ്പിംഗ് കേന്ദ്രങ്ങളിൽ ഓണക്കോടിയും ഓണവിഭവങ്ങളും വാങ്ങാനുള്ള തിരക്കാണ്. വെള്ളിയാഴ്ചയും നബിദിനാവധിയും തിരുവോണവും ഒരുമിച്ചു വന്നതിന്റെ ആവേശത്തിമിർപ്പിലാണ് പ്രവാസികൾ. UAE വാരാന്ത്യ ദിനങ്ങൾ കൂടി ലഭിക്കുമ്പോൾ 3 ദിവസത്തെ തുടർച്ചയായ അവധിയാണ് ഓണം കെങ്കേമമാക്കാൻ കിട്ടുന്നത്. വളരെ അപൂർവമായാണ് തിരുവോണ ദിവസത്തിൽ പ്രവാസി മലയാളികൾക്ക് അവധി ലഭിക്കുന്നത്. ഓണക്കോടിയും ഓണവിഭവങ്ങളും വാങ്ങാനുള്ള ഉത്രാടപ്പാച്ചിലിലാണ് എല്ലാവരും. ലുലു ഉൾപ്പെടെയുള്ള ഷോപ്പിംഗ് കേന്ദ്രങ്ങളിലെല്ലാം വലിയ തിരക്കാണ്. അവധി ലഭിച്ചതിനാൽ വീട്ടിൽ തന്നെ സദ്യ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പലരും. കുടുംബമായും സുഹൃത്തുക്കൾ ഒരുമിച്ച് ചേർന്നും സദ്യവട്ടങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകൾ രാത്രി തന്നെ ആരംഭിക്കും. വിവിധ പ്രവാസി സംഘടനകളും കോളേജ് അലുമിനികളുമൊക്കെ ഓണാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ മാസങ്ങൾക്ക് മുൻപേ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. തിരുവോണം അവധി ദിനത്തിൽ ലഭിച്ചുവെങ്കിലും പ്രവാസി മലയാളികളുടെ ഓണാഘോഷങ്ങൾ ഇനിയും മാസങ്ങൾ നീണ്ടു നിൽക്കും. ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്, ദുബായ്. ആഗോള അയ്യപ്പ സംഗമവുമായി മുന്നോട്ടു പോകാൻ ദേവസ്വം ബോർഡും സർക്കാരും. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മറ്റന്നാൾ NSS SNDP നേതാക്കളെ നേരിട്ട് കാണും. അയ്യപ്പ സംഗമത്തിൽ രാഷ്ട്രീയമില്ലെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. അയ്യപ്പ സംഗമം കാപട്യമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാട്. ഈ മാസം 20 നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള അവസാനവട്ട ഒരുക്കത്തിലേക്കാണ് ദേവസ്വം ബോർഡ് നീങ്ങുന്നത്. സംഗമത്തിലേക്ക് അതിഥികളെ ക്ഷണിക്കുന്നത് തുടരുകയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് മറ്റന്നാൾ NSS SNDP നേതൃത്വത്തെ നേരിൽ കണ്ട് ക്ഷണിക്കും. അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി ഹിന്ദു ഐക്യവേദിയുടെയും ശബരിമല കർമ്മസമിതിയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന അയ്യപ്പ ഭക്ത സംഗമത്തിന്റെ ഒരുക്കങ്ങളും പുരോഗമിക്കുകയാണ്. 22-ാം തീയതി പന്തളത്ത് നടക്കുന്ന സംഗമത്തിൽ NSS അടക്കമുള്ള സാമുദായിക സംഘടനകളെ ക്ഷണിക്കാനാണ് തീരുമാനം. BJP നേതാവ് കുമ്മനം രാജശേഖരൻ NSS നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും. BJP കേന്ദ്ര നേതാക്കളെയും സന്യാസി ശ്രേഷ്ഠന്മാരെയും ഭക്തസംഗമത്തിൽ അണിനിരത്താനാണ് തീരുമാനം. അതേസമയം അയ്യപ്പ സംഗമം സർക്കാരിന്റെ കാപട്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവർത്തിച്ചു. ഈ കാപട്യം, ഈ രാഷ്ട്രീയ മുതലെടുപ്പ് കേരളത്തിലെ ജനങ്ങൾ, അയ്യപ്പ ഭക്തർ, വിശ്വാസികൾ തിരിച്ചറിയും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. അയ്യപ്പ സംഗമത്തിലേക്കുള്ള ക്ഷണത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ വാദം തെറ്റാണെന്ന് മന്ത്രി VN വാസവനും പ്രതികരിച്ചു. ബദൽ അയ്യപ്പ സംഗമം നടത്താൻ സംഘാടകർക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും മെമ്പർമാരും ചേർന്ന് അദ്ദേഹത്തോട് വിളിച്ചു ചോദിച്ചപ്പോൾ 2-ാം തീയതി കാണാം, അതിന് മുമ്പ് ദുബായിക്ക് പോകാമെന്ന് പറഞ്ഞു. ദുബായിക്ക് പോകുന്നതിന് മുമ്പാണ് അദ്ദേഹത്തോട് വിളിച്ചു ചോദിച്ചത്. 2-ാം തീയതി തിരുവനന്തപുരത്ത് കാണാമെന്ന് പറഞ്ഞിരുന്നു. ആ പറഞ്ഞതിനനുസരിച്ചാണ് അവിടെ ചെന്നത്. അത് ചെന്നപ്പോൾ നേരിട്ട് ക്ഷണിക്കാൻ ചെന്നപ്പോൾ കിടക്കുകയാണ്. ഇപ്പോൾ എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ PS ആരോ പറഞ്ഞു എന്ന് പറഞ്ഞു. കത്ത് തന്നാൽ ഞങ്ങൾ കൊടുത്തോളാം എന്നവർ ഇങ്ങോട്ട് പറഞ്ഞ് നിർബന്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ അവർ എഴുന്നേക്കില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തിരിച്ച് കത്ത് കൊടുത്തിട്ട് പോന്നു. അതിൽ മറ്റു വേറെ കാര്യങ്ങളൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു.
അയ്യപ്പ ഭക്തർക്കെതിരായ കേസുകൾ പിൻവലിക്കുന്നതിൽ സർക്കാരിന് വിവേചനമാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLAയും പ്രതികരിച്ചു. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന കാര്യം വിശ്വാസികൾ തീരുമാനിക്കുമെന്ന് BJP നേതാവ് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിച്ചിട്ടില്ലെന്ന് പന്തളം രാജകുടുംബവും വ്യക്തമാക്കി. അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് അറിയില്ലെന്നും കൊട്ടാരം പ്രതിനിധി N. ശങ്കരൻ വർമ്മ പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മണിപ്പൂർ സമാധാന വഴിയിലേക്ക് ദേശീയപാത 2 തുറക്കാൻ സർക്കാരും കുക്കി സംഘടനകളും തമ്മിൽ ധാരണ. നിലവിലെ ഉപരോധങ്ങൾ അവസാനിപ്പിക്കും. ക്യാമ്പുകൾ മാറ്റി സ്ഥാപിക്കും. പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കാനിരിക്കെയാണ് തീരുമാനം. 1 വർഷത്തേക്കാണ് കരാർ. കുക്കി മീതെ സംഘർഷം രൂക്ഷമായതോടെയാണ് ഇംഫാലിൽ നിന്ന് നാഗാലാൻഡിലേക്ക് പോകാനുള്ള ദേശീയപാത അടച്ചത്. ഇത് തുറന്നുകൊണ്ടാണ് ആഭ്യന്തര മന്ത്രാലയവും കുക്കി സംഘടനകളുമായി കരാർ ഒപ്പിട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ഏതാനും ദിവസമായി നടന്ന ചർച്ചകളുടെ തുടർച്ചയായാണ് മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുന്നത്. മേഖലയിലെ 24 സംഘടനകളെ ഉൾക്കൊള്ളുന്ന കുക്കി നാഷണൽ ഓർഗനൈസേഷൻ, യുണൈറ്റഡ് പീപ്പിൾസ് ഫ്രണ്ട് എന്നീ സംഘടനകളാണ് ആഭ്യന്തര മന്ത്രാലയവുമായി സമാധാനം സംബന്ധിച്ച് ധാരണയിലെത്തിയത്. തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നാഗാലാൻഡ് മേഖലയിലേക്കുള്ള ദേശീയപാത 2 തുറന്നു നൽകും. ഇതോടെ ഇംഫാൽ, ചുരാചന്ദ്പൂർ പ്രദേശത്തു കൂടിയുള്ള യാത്ര സുഗമമാവുകയും ക്യാമ്പുകളിലേക്ക് ആവശ്യ സാധനങ്ങൾ എത്തിക്കാനും കഴിയും. കരാറിന്റെ അടിസ്ഥാനത്തിൽ 7 ക്യാമ്പുകൾ മാറ്റി സ്ഥാപിക്കും. കൂടുതൽ ക്യാമ്പുകൾ തുറക്കുന്നത് അവസാനിപ്പിക്കാനും ധാരണയായിട്ടുണ്ട്. ആയുധങ്ങൾ CRPFന്റെ ക്യാമ്പുകളിലേക്ക് മാറ്റും. മേഖലയിൽ BSF പരിശോധനയ്ക്ക് കൂടി അനുമതിയുണ്ട്. സംഘർഷം അവസാനിപ്പിച്ച് മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഏറെ നാളായുള്ള ശ്രമങ്ങൾക്കാണ് നീക്കത്തിലൂടെ ഫലം കാണുന്നത്. 2008-ലാണ് ദേശീയപാത 2 സംബന്ധിച്ച കരാർ നിലവിൽ വന്നത്. ഓരോ വർഷവും പുതുക്കിയിരുന്ന കരാർ 2023-ലെ സംഘർഷത്തെ തുടർന്നാണ് പൂർണ്ണമായും നിലച്ചത്. പ്രധാനമന്ത്രിയുടെ സന്ദർശന സമയത്ത് ഒരു തരത്തിലുള്ള സംഘർഷവും ഉണ്ടാകരുത് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശം. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കുക്കി സംഘടനകളുമായി സമാധാന കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. 2023-ലെ സംഘർഷത്തിനു ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനം പൂർണ്ണമായും കേന്ദ്ര സേനകളുടെ നിയന്ത്രണത്തിൽ ആയിരിക്കും. സംഘർഷത്തിന് ശേഷം രാഷ്ട്രപതി ഭരണത്തിന് കീഴിലാണ് സംസ്ഥാനമുള്ളത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്കിടെ പ്രധാനമന്ത്രിയുടെ അമ്മയെ അപമാനിച്ചുവെന്ന് ആരോപിച്ച് നടത്തുന്ന പ്രതിഷേധം ശക്തമാക്കി BJP. പ്രതിഷേധത്തിന്റെ ഭാഗമായി ബീഹാറിൽ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ബന്ദ് നടത്തി. രാവിലെ 7 മുതൽ 12 മണിവരെയായിരുന്നു ബന്ദ്. പ്രധാനമന്ത്രിയുടെ അമ്മയെ അപമാനിച്ച സംഭവത്തിൽ രാഹുൽ ഗാന്ധിയും RJDയും മാപ്പ് പറയണമെന്നാണ് BJPയുടെ ആവശ്യം. ബീഹാറിൽ രാഹുൽ ഗാന്ധി നടത്തിയ വോട്ടർ അധികാർ യാത്രയ്ക്കിടെയാണ് പ്രവർത്തകൻ പ്രധാനമന്ത്രിയെയും അമ്മയെയും അപമാനിച്ചതായി BJPയും NDAയും ആരോപിക്കുന്നത്. ഇത് സംബന്ധിച്ച ചില ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു. പിന്നാലെ സംഭവത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളുമായി പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല എന്ന് RJDയും കോൺഗ്രസും പറയുന്നുണ്ട്. എന്നാൽ അതിരൂക്ഷ വിമർശനങ്ങളാണ് കോൺഗ്രസിനും RJDക്കുമെതിരെ BJP ഉയർത്തുന്നത്. NDA ഘടകകക്ഷികളും പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ 5 മണിക്കൂർ ബന്ദ് ബീഹാറിൽ സംഘടിപ്പിച്ചത്. ഇക്കാര്യത്തിൽ കോൺഗ്രസും RJDയും മാപ്പ് പറയണമെന്നാണ് BJPയുടെ ആവശ്യം. ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ വിഷയം രാഷ്ട്രീയമായി ഉയർത്തി സ്ത്രീ വോട്ടർമാർക്കിടയിൽ ചർച്ചയാക്കുകയാണ് BJP. ബീഹാറിലെ വനിതകൾക്കായുള്ള പദ്ധതി ഉദ്ഘാടനത്തിനിടെ വിഷയത്തിൽ പ്രധാനമന്ത്രി വൈകാരികമായി പ്രതികരിക്കുകയും ചെയ്തു. കോൺഗ്രസും RJDയും അപമാനിച്ചത് തന്റെ അമ്മയെ മാത്രമല്ല ബീഹാറിലെ മുഴുവൻ സ്ത്രീകളെയുമാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. അതുകൊണ്ടാണ് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം BJP ഘടിപ്പിക്കുന്നത്. അതേസമയം സ്ത്രീകളെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും അറസ്റ്റിലായ വ്യക്തിക്ക് ഒരു പാർട്ടിയുമായും ബന്ധമില്ലെന്നും കോൺഗ്രസും RJDയും പറയുന്നു. സ്ത്രീകളെ അപമാനിക്കുന്നത് തങ്ങളുടെ രീതിയല്ലെന്ന് RJD നേതാവ് തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കുടിയേറ്റക്കാർക്കെതിരായ അതിക്രമങ്ങളെക്കുറിച്ചുള്ള പ്രമേയത്തെക്കുറിച്ച് നടന്ന ചർച്ചയ്ക്കിടെ ബംഗാൾ നിയമസഭയിൽ നാടകീയ രംഗങ്ങൾ. BJP തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ തമ്മിൽ വാക്പോരും കയ്യാങ്കളിയും ഉണ്ടായി. BJP ചീഫ് വിപ്പ് ശങ്കർ ഘോഷ്, MLAമാരായ അഗ്നിമിത്ര പോൾ, അശോക് ദിൻഡ, ബങ്കിൻ ഘോഷ്, മിഹിർ ഗോസ്വാമി എന്നിവരെ സസ്പെൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് BJP അംഗങ്ങൾ സഭയിൽ മുദ്രാവാക്യമുയർത്തിയത്. തുടർന്നാണ് BJP ചീഫ് വിപ്പിനെ പുറത്താക്കിയത്. മമതാ ബാനർജി സംസാരിക്കുന്നതിനിടയിൽ BJP അംഗങ്ങൾ ബഹളം വെച്ചതിനെതിരെയാണ് നടപടി. തൃണമൂൽ അംഗങ്ങളും BJP അംഗങ്ങളും തമ്മിലുണ്ടായ സംഘർഷത്തിൽ ചീഫ് വിപ്പിന് പരിക്കേറ്റു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ ക്രൈംബ്രാഞ്ച് കോടതിയിൽ FIR സമർപ്പിച്ചു. സ്ത്രീകളെ സോഷ്യൽ മീഡിയയിൽ പിന്തുടർന്ന് ശല്യം ചെയ്തെന്ന് FIRൽ പറയുന്നു. ഗർഭചിത്രത്തിന് നിർബന്ധിച്ച് സന്ദേശം അയച്ചുവെന്നും ഫോണിൽ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തിയെന്നും റിപ്പോർട്ടിലുണ്ട്.
5 പേരുടെ പരാതികളിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം MLA സ്ത്രീകളെ ശല്യം ചെയ്തതിനെതിരെ ക്രൈംബ്രാഞ്ച് സ്വമേധയാ എടുത്ത കേസിലാണ് 5 പേരുടെ പരാതിയിൽ എഫ്ഐആർ സമർപ്പിച്ചത്. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് എഫ്ഐആർ സമർപ്പിച്ചത്. BNS 78(2), 355, പോലീസ് ആക്ട് 120 എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. സ്ത്രീകളെ സോഷ്യൽ മീഡിയയിൽ പിന്തുടർന്ന് ശല്യം ചെയ്തതായും ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ച് സന്ദേശം അയച്ചതായും ഫോണിൽ ഭീഷണിപ്പെടുത്തിയതായും എഫ്ഐആറിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പരാതിക്കാരിൽ ഒരാളായ അഡ്വക്കേറ്റ് ഷിൻഡോയിൽ നിന്നും ക്രൈംബ്രാഞ്ച് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇതുവരെ ആരോപണം ഉന്നയിച്ച ആരും പരാതിയുമായി രംഗത്തേക്ക് എത്തിയിട്ടില്ല. പരാതിക്കാർ ഇരയെക്കുറിച്ച് തെളിവുകൾ കൈമാറിയാൽ അവരുടെ മൊഴിയെടുക്കും. രാഹുലിനെതിരായ ആരോപണത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട മാധ്യമപ്രവർത്തകരുടെയും മൊഴി രേഖപ്പെടുത്താനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കസ്റ്റഡി മരണങ്ങളിൽ ഇടപെട്ട് സുപ്രീംകോടതി. CCTV പ്രവർത്തനരഹിതമായ സംഭവങ്ങളിൽ സ്വമേധയാ കേസെടുത്തു. ജസ്റ്റിസ് വിക്രംനാഥ്, ജസ്റ്റിസ് സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് നടപടി. മാധ്യമവാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി ഇടപെടൽ. 8 മാസത്തിനുള്ളിൽ 11 കസ്റ്റഡി മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. 2020 ഡിസംബറിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പോലീസ് സ്റ്റേഷനുകളിൽ CCTV ഉറപ്പാക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നു. കാഫ നേഷൻസ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ അഫ്ഗാനിസ്ഥാനോട് സമനില വഴങ്ങി ഇന്ത്യ. ഇരു ടീമുകൾക്കും ഗോൾ നേടാൻ സാധിച്ചില്ല. ഇതോടെ 3 മത്സരങ്ങളിലായി 1 ജയവും 1 തോൽവിയും 1 സമനിലയുമാണ് ഇന്ത്യയ്ക്കുള്ളത്. 4 പോയിന്റുള്ള ഇന്ത്യ ഗ്രൂപ്പിൽ 2ാം സ്ഥാനത്താണ്. KCLൽ സെമിയിലേക്ക് മുന്നേറി കൊല്ലം സെയിലേഴ്സ്. ആലപ്പി റിപ്പിൾസിനെ 4 വിക്കറ്റിന് തോൽപ്പിച്ചാണ് സെയിലേഴ്സിന്റെ മുന്നേറ്റം. തോൽവിയോടെ ആലപ്പി റിപ്പിൾസ് ടൂർണമെന്റിൽ നിന്നും പുറത്തായി. ആദ്യം ബാറ്റ് ചെയ്ത ആലപ്പി റിപ്പിൾസ് 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 137 റൺസ് എടുത്തു. മറുപടി ബാറ്റിനിറങ്ങിയ കൊല്ലം 3 ഓവർ ബാക്കി നിൽക്കെ ലക്ഷ്യം കണ്ടു. കൊല്ലത്തിന് വേണ്ടി 3 വിക്കറ്റ് വീഴ്ത്തിയ AG അമലാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. മലപ്പുറം സ്വദേശിയായ 10 വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിൽ കഴിയുന്നവരുടെ സ്രവം പരിശോധിക്കാൻ DMO നിർദ്ദേശം നൽകിയിരുന്നു. ഇതേ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്നലെ നടത്തിയ പരിശോധനയിലാണ് മലപ്പുറം സ്വദേശിയായ 10 വയസ്സുകാരന് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ രോഗം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 11ആയി. 2 രോഗികളുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ചികിത്സയിലായിരുന്ന 3 മാസം പ്രായമായ കുഞ്ഞും മലപ്പുറം സ്വദേശിനി റംലയും കഴിഞ്ഞ ദിവസം രോഗം ബാധിച്ച് മരിച്ചിരുന്നു. കഴിഞ്ഞ മാസം 15-ന് താമരശ്ശേരി സ്വദേശി അനയയും രോഗം ബാധിച്ച് മരിച്ചിരുന്നു. രോഗം സ്ഥിരീകരിച്ച അനയയുടെ സഹോദരങ്ങൾ ചികിത്സയിലാണ്. അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് ജാഗ്രത തുടരുന്നതിനിടെയാണ് 3 മരണമുണ്ടായത്. അമൃത ന്യൂസ്, കോഴിക്കോട്. ഫോറൻസിക് വിദഗ്ധ ഡോക്ടർ ഷേർലി വാസു അന്തരിച്ചു. 68 വയസ്സായിരുന്നു. കേരളത്തിലെ ആദ്യ വനിതാ ഫോറൻസിക് സർജനായിരുന്ന ഷേർലി വാസു കോളിളക്കമുണ്ടാക്കി ഒട്ടേറെ കേസുകൾക്ക് തുമ്പുണ്ടാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. മെഡിക്കൽ കോളേജിൽ നിന്നും റിട്ടയർ ചെയ്ത ശേഷം സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് വിഭാഗം അധ്യക്ഷയായി ജോലി ചെയ്തു വരുന്നതിനിടെയാണ് ഡോക്ടറുടെ വിടവാങ്ങൽ. മരിച്ചവരുടെ നാവാണ് പോലീസ് സർജൻ. ഡോക്ടർ ഷേർലി വാസുവിന്റെ വാക്കുകളാണിത്. ഇത് വെറും വാക്കല്ല. തന്റെ ജീവിതത്തിലുടനീളം പോസ്റ്റ്മോർട്ടം ടേബിളിലെത്തിയ ശരീരങ്ങളോടുള്ള ആദരവ് പ്രകടിപ്പിച്ചതായിരുന്നു ഷേർലി വാസുവിന്റെ ഓരോ റിപ്പോർട്ടുകളും. തെളിയിക്കാനാവാത്ത കേസുകളിൽ പലപ്പോഴും ഡോക്ടർ ഷേർലിയുടെ നിഗമനങ്ങൾ പോലീസിന്റെ കച്ചിത്തുരുമ്പായി. അനായാസമായി പ്രതികൾ രക്ഷപ്പെട്ടു പോകുമായിരുന്ന കേസുകളിൽ ഇഴകീറി മുറിച്ച് പരിശോധന നടത്തി ദൈവത്തിന്റെ കയ്യൊപ്പ് പോലെയുള്ള ശാസ്ത്രീയമായ തെളിവുകൾ കൊണ്ട് മരിച്ചവർക്ക് നീതിയൊരുക്കി ഷേർലി വാസു. എത്രയോ മൃതദേഹങ്ങൾ കണ്ട് തഴമ്പിച്ച ഡോക്ടറായിട്ടും ബലാത്സംഗത്തിനിരയായി മരിച്ച നാടോടി ബാലികയുടെ മൃതദേഹം കണ്ട് ഒരമ്മയെപ്പോലെ ഷേർലി വാസു പൊട്ടിക്കരഞ്ഞു. കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച അനേകം കേസുകൾ, വിവിധ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദങ്ങൾ, ഇതിനിടയിൽ നിന്നെല്ലാം തന്റെ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിച്ച ഫോറൻസിക് സർജന്മാരിൽ ഒരാളാണ് വിടവാങ്ങുന്നത്. കോടതിയിലൊക്കെ പോകേണ്ട കാര്യം വരുമ്പോഴും മാഡത്തിനായിട്ടുള്ള ഒപ്പീനിയൻ എടുക്കാറുണ്ട്. കേരളത്തിലെ ഫോറൻസിക് മെഡിസിൻ എന്ന് പറയുമ്പോൾ മാഡത്തിൻ്റെ പേരാണ് ഇപ്പോഴും ആദ്യം എല്ലാവരുടെ മനസ്സിലും വരിക. കാരണം മാഡത്തിൻ്റെ ഒരു പ്രത്യേക രീതിയാണ് ഈ കേസ് അനാലിസിസൊക്കെ. ഞങ്ങളൊക്കെ ആ രീതി ഫോളോ ചെയ്യാനാണ് ശ്രമിക്കാറ്. മാഡത്തിൻ്റെ ജീവിതം തന്നെ എനിക്ക് തോന്നുന്നത് അത്ര ഇൻവോൾവ് ആയിരിക്കും ഓരോ കേസ് വരുമ്പോഴും.
2017 കേരള സർക്കാരിന്റെ സംസ്ഥാന വനിതാരത്നം പുരസ്കാരമായ ജസ്റ്റിസ് ഫാത്തിമ ബീവി അവാർഡ് ലഭിച്ചു. സൗമ്യ കേസടക്കം സംസ്ഥാനത്തെ ശ്രദ്ധേയമായ പല കേസുകളിലും പോസ്റ്റ്മോർട്ടം നടത്തിയത് ഡോക്ടർ ഷേളി വാസുവായിരുന്നു. പോസ്റ്റ്മോർട്ടം ടേബിൾ ഡോക്ടർ ഷേളി വാസുവിന്റെ അനുഭവക്കുറിപ്പുകളാണ്. 1992 മുതൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അധ്യാപികയായി. 1996 ലോകാരോഗ്യ സംഘടനയുടെ ഫെലോഷിപ്പിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും നേർക്കുള്ള അതിക്രമങ്ങൾ, ഭീകരാക്രമണങ്ങളിലെ പരിക്കുകൾ ഇവയിൽ ഇംഗ്ലണ്ടിൽ ഉപരിപഠനം നടത്തി. 2001 മുതൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് മെഡിസിൻ വിഭാഗം മേധാവിയായിരുന്നു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലായിരിക്കെ 2016 വിരമിച്ചത്. ഭർത്താവ് ഡോക്ടർ കെ ബാലകൃഷ്ണൻ, നന്ദന നിതിൻ എന്നിവർ മക്കളാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്. ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ക്ഷണം. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് സുരേഷ് ഗോപിയുടെ തിരുവനന്തപുരത്തെ വസതിയിലെത്തിയാണ് ക്ഷണിച്ചത്. സമവായ ശ്രമത്തിന്റെ ഭാഗമായാണ് ക്ഷണം. പരിപാടിയിൽ സുരേഷ് ഗോപി പങ്കെടുക്കുമെന്നാണ് കരുതുന്നതെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. ഈ മാസം 20 ആഗോള അയ്യപ്പ സംഗമം.